പ്രണയസാഗരം എപ്പിസോഡ് 10. ഷംന മാമി സൈനത്തയുടെ പെങ്ങളാണ്. ഇത്രയും ആങ്ങളമാർക്കൊരൊറ്റ പെങ്ങൾ. എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യും. എവിടെയും മാമിയുടെ കണ്ണുകളെത്തും. നൂറ, സൈനത്ത വീണ്ടും അവളെ ഹാളിലേക്ക് വിളിപ്പിച്ചു. നീ എന്തിനാ വെളിച്ചെണ്ണ റൂമിലേക്ക് കൊണ്ടുപോയത്? തലയിലിടാനായിരുന്നത്ത. എന്തുപറ്റി? തിരിച്ചു കൊണ്ടുവന്നപ്പോൾ നിലത്ത് മുഴുവൻ കളഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇല്ലത്ത. പിന്നെ എങ്ങനെയാണ് നൂറ അമ്മ വീണത്? ഓയിലിൽ തെന്നി വീണതല്ലേ? പടച്ചവൻ കാത്തു. ഇല്ലേ കാണായിരുന്നു. ഓർക്കുമ്പോൾ പേടിയാവുന്നു. നൂറ തലയും താഴ്ത്തി നിന്നു. എന്നിട്ട് തലയിൽ എണ്ണ ഇട്ടോ നീ? ഇട്ടുവത്ത. സൈനത്ത അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. കൂടെ സലീനയും. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ് സലീന? കാര്യം നമ്മുടെ മോളാണ് എങ്കിലും അവൾ എന്തൊക്കെയോ നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ട്. അതെന്താ നീ അങ്ങനെ പറയാൻ കാരണം? അവൾ ഇന്നേ വരെ വെളിച്ചെണ്ണ തലയിൽ തെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എണ്ണയിട്ട മുടിയല്ല അത് നീ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിരുന്നു സലീന. എന്തായാലും അവളുടെ ചുറ്റും നമ്മുടെ ഒരു ശ്രദ്ധ വേണം എന്ന് മനസ്സിലായി. രാത്രി അത്താഴം കഴിക്കുമ്പോഴും നൂറ ആരെയും നോക്കിയിരുന്നില്ല. അവൾ എന്തോ വലിയ പ്രശ്നം ചെയ്തതുപോലെ തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. സൈനുവും സലീനയും അവളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നൂറ ഒരുവിധം കഴിച്ചു എന്ന് വരുത്തി മുറിയിലേക്ക് പോയി. രാത്രി എല്ലാവരും ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തി ഷൈനത്ത മുറി വിട്ടിറങ്ങി നൂറയുടെ മുറിയിലെത്തി. അവൾ നല്ല ഉറക്കമായിരുന്നു. അവളുടെ ലാപ്ടോപ്പ് എടുത്ത് പതിയെ പുറത്തേക്ക് വന്നു. പുതിയ ലാപ്ടോപ്പാണ്. പതിയെ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററിയിലൂടെ ഒന്ന് കണ്ണോടിച്ചു. അയാൾക്ക് അയാളുടെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. തലയ്ക്ക് കൈയും കൊടുത്ത് അങ്ങനെ ഇരുന്നു പോയി. എങ്ങനെ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന രീതിയെക്കുറിച്ചുള്ള അവളുടെ ചിന്തകളായിരുന്നു മുഴുവൻ. അവൾക്ക് എങ്ങനെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും എന്നുപോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ അവസ്ഥയിൽ സലീന ഇതറിഞ്ഞാൽ എന്താകും എന്നുപോലും അറിയില്ല. ഒന്നും അറിയാത്ത അവസ്ഥയിൽ മരവിച്ചു പോയതുപോലെ പതിയെ ലാപ്ടോപ്പ് അടച്ച് തിരിച്ചു മുറിയിലേക്ക് വന്ന് കിടന്നിട്ടും ഉറക്കം കിട്ടാതെ അയാൾ അലസമായി തലങ്ങും വിലങ്ങും നടന്നു. സിഗരറ്റ് കുറ്റികൾ കുമിഞ്ഞുകൂടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഏകദേശം രൂപം മനസ്സിലായി. സലീന വീണത് എങ്ങനെയാണെന്നും അവളുടെ പരുങ്ങൽ എന്തുകൊണ്ടെന്നാണെന്നും എല്ലാം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. രാവിലെ തന്നെ സൈൻ നൂറയെ വിളിച്ചുണർത്തി. ഇന്നെന്താണ് അത്ത തന്നെ വിളിച്ചുണർത്തിയത് എന്ന് മനസ്സിലായില്ല. മോള് വേഗം മാറ്റ്, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. നൂറ അത്ഭുതത്തോടെ അയാളെ നോക്കി. പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടി അവൾ ബാത്റൂമിൽ കയറി. എത്ര ആലോചിച്ചിട്ടും അത്ത എവിടെ പോവാൻ വേണ്ടിയാണ് ഫ്രഷാവാൻ പറഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ഫ്രഷായി ഇറങ്ങിയിട്ട് അത്ത ഒന്നും പറയുന്നുമില്ല. നിങ്ങൾ എങ്ങോട്ടാണ് രണ്ടാളും കൂടി? സലീന വിളിച്ചു ചോദിച്ചു. വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാം. അത് പറയുമ്പോൾ അയാൾ ഇടം കണ്ണിട്ട് നൂറയെ നോക്കുന്നുണ്ടായിരുന്നു. നൂറയ്ക്കും സൈനത്തയ്ക്കും ഇടയിൽ മൗനം ഒരു വലിയ ഭിത്തി തീർത്തിരുന്നു. എൻ്റെ മോൾക്ക് എന്താണ് പറ്റിയേ? ഒന്നുമില്ലത്ത. നീ ഇന്നും ഇന്നലെയുമായി ഉള്ള ഒരാളല്ല നൂറ. നിന്റെ ഭാവവും എല്ലാം എനിക്കറിയാം. അതന്നെയാണത്ത പറഞ്ഞത്. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാ മോൾക്ക് സലീനമ്മയോട് ദേഷ്യം? എനിക്കോ ഒരു ദേഷ്യമില്ല. എന്നിട്ടാണോ മോള് വെളിച്ചെണ്ണ ഒഴിച്ച് സലീനമ്മയെ വീഴ്ചത്? നൂറയുടെ ഞെട്ടൽ ശരിക്കും സൈനത്ത ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ വീഴ്ചയിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്തു ചെയ്യും നൂറ? അവളൊന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നു. ഒരുപാട് തിരക്കുകൾക്കിടയിലൂടെ സഞ്ചരിച്ച കാറ് ഒരു ചെറിയ ബിൽഡിങ്ങിന് മുന്നിൽ വന്നു നിന്നു. അശോക ക്ലിനിക്ക്. നൂറയും കൊണ്ട് സൈനത്ത ആ ക്ലിനിക്കിലേക്കാണ് വന്നത്. സൈനത്തെ കണ്ടതും ഡോക്ടർ സാമുവൽ എഴുന്നേറ്റ് കൈകൊടുത്തു. ഒരു 48 വയസ്സിനടുത്ത് പ്രായം തോന്നുന്ന ഒരു ജെന്റിൽമാനാണ് സാമുവൽ. അദ്ദേഹത്തിൻ്റെ സ്വന്തം ക്ലിനിക്കാണത്. മോളെ ഇരിക്കി, നൂറയെ നോക്കി അദ്ദേഹം പറഞ്ഞു. ഡോക്ടറെ, ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ഉവ്വ് സൈൻ, നിങ്ങളൊന്ന് പുറത്തു നിൽക്കൂ. ഞാൻ ഈ കുട്ടിയോടൊന്ന് സംസാരിക്കട്ടെ. ഷൈനത്ത പുറത്തേക്ക് പോകുന്നത് നൂറ ദയനീയമായി ഒന്ന് നോക്കി. ഹേയ്, പേടിക്കണ്ട മാഷേ. തന്നെ പോലെയുള്ള കുട്ടികളൊക്കെ കുറച്ചുകൂടി ബോൾഡാവും. തനിക്കെന്താണ് പറ്റിയേ? എവിടെയാ താൻ പഠിക്കുന്നത്? ഞാൻ മദർ മേരി കോളേജിലാണ്. ആഹാ, ഈ ടൗണിൽ തന്നെ ബെസ്റ്റ് കോളേജ്. താൻ കുറേ ഫ്രണ്ട്സൊക്കെ ഉള്ള കൂട്ടത്തിലാണ് അല്ലേ? ഏയ്, സൗഹൃദങ്ങൾ കുറവാണ് ഡോക്ടർ. പിന്നെ ഈ ഡോക്ടർ വിളി ഒന്ന് ഒഴിവാക്കി തരണം. സാമുവൽ അല്ലെങ്കിൽ അങ്കിള്, എന്തെങ്കിലും തനിക്ക് ചൂസ് ചെയ്യാം. ഞാൻ സാമുവൽ അങ്കിൾ എന്ന് വിളിച്ചോളാം. അടിപൊളി. ഞാൻ തൻ്റെ വാപ്പയുടെ സുഹൃത്താണ്.
അപ്പോൾ എന്തൊക്കെയോ ടെൻഷൻ തനിക്കുണ്ട് എന്ന് പറഞ്ഞു. ചെറുതായ ആളുകളുടെ മാനസിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയാണ് എൻ്റെ ജോലി. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ സാമുൽ പതിയെ അവളുടെ അടുത്തേക്കിരുന്നു. അവളുടെ വെളുത്തു വെല്ലിച്ച വിരലുകളിൽ ഒന്നും നോക്കി. പതിയെ അവ കയ്യിലെടുത്തു. താൻ ഭക്ഷണമൊന്നും കഴിക്കാറില്ല മാഷേ, എന്തുപറ്റി? ശരിക്കും നൂറ ഒന്ന് വിങ്ങിപ്പൊട്ടിപ്പോയി. കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ, ചേർത്ത് നിർത്തലിൻ്റെ ആദ്യത്തെ സ്പർശനം. അവളുടെ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ നോക്കി അയാൾ ഇരുന്നു. ഞാൻ തന്നെ കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ് മാഷേ. ഞാൻ തൻ്റെ ബാപ്പയുടെ സുഹൃത്താണ്. പക്ഷേ താൻ പറയുന്നതൊന്നും ഞാൻ അയാളോട് ഷെയർ ചെയ്യില്ല. എനിക്ക് ആരുമില്ലെങ്കിൽ. അവൾ പൊട്ടിക്കരയുകയായിരുന്നു. ആര് പറഞ്ഞു മാഷേ തനിക്ക് ആരുമില്ലെന്ന്? തനിക്കെല്ലാവരും ഉണ്ട്. അയാൾ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇടുക്കിയിലെ ഏതോ ഹോസ്പിറ്റലിൻ്റെ അമ്മത്തൊട്ടിൽ നിന്നും കിട്ടിയ എന്നെ ഗവൺമെൻറ്റിൽ നിന്നും ദത്തെടുത്തതാണ് ബാപ്പ. ആ വീട്ടിൽ ഞാൻ, എൻ്റെ സ്വർഗരാജ്യം, എൻ്റെ ബാപ്പയും ഉമ്മയും, ഞങ്ങളുടെ ലോകം. ഇപ്പോൾ അവിടെ അവർക്ക് മക്കളുണ്ടാവാൻ പോകുന്നു. ഞാൻ ഒറ്റയ്ക്കായി പോവില്ല അങ്കിൾ. എന്നാൽ ആര് പറഞ്ഞു നൂറയോട്? നൂറയെയല്ലേ അവർ ആദ്യം കണ്ടത്. അപ്പം നൂറയോടല്ലേ അവർക്ക് സ്നേഹം കൂടുതലുണ്ടാവുക? അങ്കിളിന് അങ്കിളിൻ്റെ മകനോടാണോ അതോ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയോടാണോ ഇഷ്ടം കൂടുതൽ? അത് എൻ്റെ മകനോട് തന്നെ, അത്രയേ ഉള്ളൂ. പുറമേ നിന്നുള്ള എന്നേക്കാൾ കൂടുതൽ സ്നേഹം ഇവർക്ക് അവരുടെ മകനോടാവില്ലേ? അത് തൻ്റെ തോന്നൽ മാത്രമാണ് മാഷേ. നൂറയുടെ അനിയത്തിമാരായി അവരെ ചേർത്ത് പിടിക്കാൻ തനിക്കാവണം. അവരുടെ സെക്കൻഡ് മദറായി അവരെ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കാൻ തനിക്കാവണം. ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോഴെല്ലാം എനിക്ക് നെഗറ്റീവ് എനർജിയാണ് കയറുകയാണെങ്കിൽ, എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുന്നത് പോലെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ്. ഏയ്, അങ്ങനെയൊന്നും താൻ കരുതണ്ട മാഷേ. താൻ ഹാപ്പി ആയിട്ടിരിക്കെ. തന്നെ ഇവർ ചേർത്ത് പിടിക്കുമെന്നതിൽ ഒരു സംശയമില്ല. താനൊന്ന് ആലോചിച്ച് നോക്കി. ആരുമില്ലാതെ അനാഥാലയങ്ങളിൽ വളരേണ്ടവർ തന്നെ ഇങ്ങനെയൊക്കെ ദത്തെടുത്ത് സ്വന്തം മകളെ പോലെ വളർത്തിയില്ലേ? അപ്പോൾ അവർക്ക് ഒരു സന്തോഷം വരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളും ചേരുകയല്ലേ വേണ്ടത്? തീർച്ചയായും അങ്കിൾ പറഞ്ഞതാണ് ശരി. പക്ഷേ ഒരു പക്ഷേയില്ല. ഡോക്ടർ സാമുവൽ ഫോണെടുത്ത് സെയ്നത്തെ വിളിച്ചു. സെയ്ൻ, ഞാൻ നൂറയോട് സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. മിടുക്കിയാടോ തൻ്റെ മകൾ? ഓക്കെ അല്ലേ നൂറ? യെസ് അങ്കിൾ. ക്ലിനിക്കിൽ നിന്നും നൂറയും സൈനത്തെയും ഇറങ്ങി. നൂറ വളരെ ഹാപ്പിയായിരുന്നു. അതുകൊണ്ട് സൈനും ഹാപ്പിയായി. ഒരു തുണിക്കടയിൽ കയറി നൂറയ്ക്ക് ഒരു പുതിയ ഡ്രസ്സ് എടുത്തു. അവളത് ശരീരത്തോട് ചേർത്ത് വെച്ച് നോക്കി. സന്തോഷം മുഖത്തങ്ങനെ തിരയടിക്കുന്നുണ്ട്. ജ്വല്ലറിയിൽ നിന്നും ഒരു ചെറിയ കൈച്ചെയിൻ വാങ്ങിച്ചു. ലുലു മാളിലെ ബാസ്കിൻ റോബിൻസിൽ നിന്നും ഐസ്ക്രീം കൗണ്ടറിൽ നിന്നും ഐസ്ക്രീമും വാങ്ങിക്കച്ചു. അവൾ ആസ്വദിച്ച് കഴിക്കുന്നത് നോക്കിയിരുന്ന് അയാളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്തിനാത്ത നിങ്ങൾ കരയുന്നത്? ഹേയ്, ഒന്നുമില്ല മോളെ. ആരൊക്കെ വന്നാലും നീയല്ലേ ഞങ്ങളുടെ ആദ്യത്തെ കൺമണി. പിന്നെ എന്തിനാ നീ ഇങ്ങനെ എത്ര സങ്കടപ്പെട്ടത്? അവൾ അയാളെ ഒന്ന് നോക്കി. അത്തയും അമ്മയും, നിങ്ങളാണ് എൻ്റെ ജീവിതവും ജീവനും. അത് ഷെയർ ചെയ്യാൻ ഒരാൾ വരുന്നുവെന്ന് പറഞ്ഞപ്പോൾ ചെയ്തു കൂട്ടിയ അബദ്ധങ്ങളാണത്ത. ഇനിയുണ്ടാവില്ല. പുറത്തു വരണം. സാരല്ല മോളെ, ഇതിനി വേറെ ആരും അറിയണ്ട. നമ്മൾ ഹോസ്പിറ്റലിൽ വന്നതും. നൂറയും സൈനത്തെയും കാറിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് യാത്ര തുടങ്ങി. അവൾ കിലുക്കാൻ പറ്റിയ പോലെ കിലുകിലെ സംസാരിച്ചു തുടങ്ങി. അവളുടെ ആ മാറ്റത്തിൽ അയാൾ ഒത്തിരി സന്തോഷിച്ചിരുന്നു. പെട്ടെന്ന് സൈനത്തിയുടെ ഫോൺ ശബ്ദിച്ചു. മറുപുറത്തു നിന്നും ഡോക്ടർ സാമുവലായിരുന്നു. ഷൈനെ, ഒരു കാര്യം പറയാനുണ്ട്. കുറച്ച് പ്രശ്നമാണ്. വീടിന് മുന്നിൽ വണ്ടി നിന്നപ്പോൾ വാതിക്കൽ തന്നെ സലീന ഉണ്ടായിരുന്നു. ആഹാ, അത്തയും മോളും രാവിലെ എന്നോടൊരു വാക്കുപോലും പറയാതെ പർച്ചേസിന് പോയതാണ് അല്ലേ? എൻ്റെ അമ്മ, ബാസ്കിൻ റോബിൻസിലെ ഐസ്ക്രീം അതൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഹേ, നന്നായിപ്പോയി. നിങ്ങൾ ഒറ്റയ്ക്ക് വാങ്ങി കഴിച്ചില്ലേ? എനിക്ക് പാർസൽ പോലും വാങ്ങാൻ തോന്നിയില്ലല്ലോ. കണ്ടോ അത്ത? അപ്പോൾ അമ്മ ഇത്രയ്ക്കും പറഞ്ഞ സ്ഥിതിക്ക് ഇനി അമ്മയ്ക്ക് ഐസ്ക്രീം വേണ്ട കേട്ടോ. അതുകൂടി ഞാൻ എടുത്തു. എടി കാന്താരി, നിനക്ക് വയറുവേദനയ്ക്കും കേട്ടോ. എനിക്കുള്ളത് എനിക്ക് തന്നേക്ക്. ആയിക്കോട്ടെ, ഞാൻ സഹിച്ചു കേട്ടോ. നൂറ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. സൈനത്തെ നമ്പർ അമർത്തി ചെവിയോട് അടുപ്പിച്ചു. മറുപുറത്തു നിന്നും സാമുവൽ ഡോക്ടറുടെ ശബ്ദം കേൾക്കാം. ആ സൈനെ, എന്താണ് ഡോക്ടർ? എന്താണ് വിളിക്കാൻ പറഞ്ഞത്? ഏയ്, അത്ര ബേജാറാവാനൊന്നുമില്ല, എന്നാലൊന്ന് ബേജാറാവാനുണ്ട്. എന്താണ് സാമുവലെ, നീ മനുഷ്യനെ ബേജാറാക്കാതെ ഒന്ന് തെളിച്ച് പറയും. എടോ, അവളെ ദത്തെടുത്തതാണെന്ന് അവളോട് നിങ്ങൾ പറഞ്ഞിരുന്നു? ഇല്ലടോ. എന്നാൽ അവൾക്കറിയാം നിങ്ങൾ അവളെ ദത്തെടുത്തതാണെന്നും ഇടുക്കിയിലെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ അമ്മത്തൊട്ടിൽ നിന്നാണ് അവളുടെ ജനനമെന്നൊക്കെ. താൻ എൻ്റെ ഫ്രണ്ടാണ് എന്നല്ലാതെ കൂടെ പഠിച്ചതാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല.
പടച്ചോനെ, ഇതിനി എങ്ങനെ മാനേജ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല സമൂൽ. ഹേയ്, താനിങ്ങനെ ടെൻഷനാവല്ല മാഷേ. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. നൂറ ഇപ്പോൾ അവളുടെ വല്ലാത്തൊരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നുവെച്ചാൽ നമ്മുടേത് മാത്രമെന്ന് കരുതി സ്നേഹിക്കുകയും ആത്മാർത്ഥതയോടെ ചേർത്ത് പിടിക്കുകയും ചെയ്ത നിങ്ങളെ അവൾക്ക് നഷ്ടമാവാൻ പോകുന്നു എന്ന ചിന്ത അവളെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? ഒന്നും ചെയ്യാനില്ല, അവളെ ചേർത്തങ്ങ് നിർത്തുക. അവളുടെ കൂടെ അഭിപ്രായങ്ങളൊക്കെ കണക്കിലെടുക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്കിപ്പോഴത്തെ നൂറയെ കിട്ടണമെന്നൊന്നുമില്ല. ഇത് എല്ലാ വീട്ടിലും സർവ്വസാധാരണമല്ലേ. മൂത്ത കുട്ടികളുണ്ടെങ്കിലും രണ്ടാമത് അവരുടെ അമ്മ ഗർഭിണിയാവാറില്ലേ? ശരിയാണ് സൈൻ, പക്ഷേ ഇവൾ ദത്തുപുത്രിയാണെന്ന് അവൾക്ക് നേരത്തെ തന്നെ മനസ്സിലായി. അവളുടെ മെലിഞ്ഞുണങ്ങിയ കൈവിരലുകൾ അവളുടെ ഇപ്പോഴത്തെ മാനസിക പ്രശ്നം ശരിക്കും വിളിച്ചു പറയുന്നുണ്ട്. ശരി സാമൂലേ, താൻ പറഞ്ഞതുപോലെ ആവട്ടെ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കേടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കേ. അകത്ത് സലീനയും നൂറയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. നൂറയുടെ കയ്യിലെ ഐസ്ക്രീം കോരി തിന്നുന്ന തിരക്കിലായിരുന്നു സലീന. സൈൻ പതിയെ റൂമിലോട്ട് പോയി. അയാൾക്ക് എങ്ങനെ നൂറയെ അഭിമുഖീകരിക്കണം എന്നൊന്നും അറിയില്ലായിരുന്നു. എന്താണ് മനുഷ്യ, എന്തു പറ്റി നിങ്ങൾക്ക്? സലീനയുടെ ചോദ്യത്തിൽ നിന്നും സൈൻ ഞെട്ടി. ഒന്നുമില്ലടോ. ഒന്നുമില്ലാതെ ഒന്നുമില്ല. ഞാൻ നിങ്ങൾ ടൗണിൽ പോയി വന്നതിന് ശേഷം ശ്രദ്ധിക്കുന്നതാ. എന്തു പറ്റി? എടോ, നമ്മുടെ നൂറയെ ഞാൻ നമ്മുടെ സാമൂഹ്യൻ്റെ ക്ലിനിക്കിൽ കൊണ്ടുപോയിരുന്നു. അവളൊരു ചെറിയ സ്ട്രെസ് ഉള്ളതിൻ്റെ കാരണം അറിയാം. ഞാനും കരുതി എന്താണ് ഇത്ര രാവിലെ എന്ന്. നമ്മുടെ മകളല്ല, ദത്തെടുത്തതാണെന്ന് അപ്പോൾ അവൾക്കറിയാമടി. സലീന ഒരു ഇരുത്തമായിരുന്നു ബെഡിലേക്ക്. അവർ ഒന്നും മിണ്ടാതെ തലകുനിച്ച് ഇരിക്കുകയായിരുന്നു. അവൾക്ക് വലിയ സങ്കടമുണ്ട് നമ്മുടെ മോളല്ല എന്നറിഞ്ഞത്. ഇനിയും ഇങ്ങനെ പോയാൽ ചിലപ്പോൾ അവളുടെ മാനസിക നില തന്നെ ആയി പോവത്രേ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവളെൻ്റെ മോളല്ലേക്കാ. അതല്ലാതെ നമുക്കവളെ അങ്ങനെ കാണാൻ കഴിയുമോ? അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നൂറ അവർക്കിടയിലേക്ക് കടന്നു വന്നു. അത് ശരി, നിങ്ങളിവിടെ ലവ് ബേർഡ്സ് കളിക്കുകയാണോ? അമ്മ, ഇന്ന് പ്രാതൽ എനിക്ക് ദോശ വേണ്ട കേട്ടോ, എന്തെങ്കിലും വയറു നിറയെ കഴിക്കണം. സലീന ചിരിച്ചെന്ന് വരുത്തി അവളുടെ കൂടെ അടുക്കളയിലേക്ക് പോയി. ലക്കടിയിലാണ് നൂറയ്ക്ക് കോളേജിൽ തുടർപഠനത്തിന് അഡ്മിഷൻ കിട്ടിയത്. വീടും നാടും വിട്ട് പെണ്ണ് ഹോസ്റ്റൽ മുറിയിലേക്ക്. വയനാടൻ കാറ്റും ഏറ്റ് ചുരം കയറി അവൾ വന്നത് ഒരു പുതിയ ലോകത്തേക്കായിരുന്നു. ഡോക്ടർ സാമുവലിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അഡ്മിഷൻ കുറച്ച് ദൂരേക്കെടുത്തത്. വയനാടൻ മഞ്ഞിൽ നൂലുപോലെ പെയ്യുന്ന മഴയിൽ അവൾ ചിലപ്പോഴൊക്കെ അങ്ങനെ നിൽക്കും. ഒരുപോലെ വെട്ടിയൊതുക്കിയ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന തേയിലക്കാടുകൾ. ഒരു മുറിയിൽ തനിച്ചുള്ള ഒരു വാസം, ആരും കൂടെയില്ലാതെ. വലിയ മതിൽക്കെട്ടിനുള്ളിൽ ഹോസ്റ്റൽ വാർഡറിൻ്റെ കൽപ്പനകൾ. ആകെ ഒരു മരവിപ്പ് മാത്രമാണിപ്പോൾ. നൂറയ്ക്ക് ലൈഫ് ഇങ്ങനെ ഒരു ഒറ്റപ്പെടൽ. ഫോണിൽ നമ്പർ അമർത്തി ചെവിയോടടുപ്പിച്ചു. മറുപുറത്തു നിന്നും സലീനയുടെ ശബ്ദം അവളുടെ കാതുകളിൽ ഒഴുകിയെത്തിയപ്പോൾ അവളുടെ മുഖം വല്ലാതെ വിടർന്നു. അവളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. മോളെ, നാളെ ഞാൻ അഡ്മിറ്റ് ആവുകയാ. നിന്റെ അനിയത്തിമാരുണ്ടല്ലോ, അവർ ഭയങ്കര കുരുത്തക്കേടാണ്. ചവിട്ടും കുത്തും ഒക്കെ തുടങ്ങിയിരിക്കുന്നു. അമ്മ, ഞാനിന്ന് വരും. കോളേജ് അവധിയാണോ? കോളേജ് അവധിയൊന്നുമില്ല, പക്ഷെ എനിക്ക് കാണണം അവരെ. ഇന്ന് ഈവനിങ് ഇറങ്ങുമോ അമ്മ ഞാൻ? മോളെ, വണ്ടി അയക്കണോ? വേണ്ടമ്മ, ഞാൻ തനിയെ വന്നോളാം. ഫോൺ കട്ട് ചെയ്ത് മുതൽ നൂറ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇന്ന് ഈവനിങ് വീട്ടിലേക്ക്. സ്വന്തമായി കൂടപ്പിറപ്പുകൾ. ആദ്യമൊക്കെ അവർ ഭയങ്കര ശത്രുക്കളെ പോലെ തോന്നിയെങ്കിലും ഇപ്പോൾ അവരോട് ഉള്ള ഇഷ്ടം വലുതാണ്. തുണികൾ മുഴുവൻ ബാഗിൽ വാരി നിറച്ച് വൈകുന്നേരത്തിന് വേണ്ടി കാത്തിരിപ്പാണ്. മൂകതയിൽ വിരുന്നിനെത്തിയ ചക്കിപ്പൂച്ചയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. വാർഡൻ അറിയാതെ വളർത്തുന്നതാണ്. നൂറയുടെ ബെഡിൻ്റെ ഓരത്ത് അവൾക്കും ഒരു സീറ്റുണ്ട്. നീ എന്നെ തനിച്ചാക്കി പോവുകയാണോടി എന്ന ചോദ്യരൂപേണ ചക്കി അവളെ നോക്കി. ജനാലരികിൽ കുറുകി കൊത്തിപ്പെറുക്കി തിന്നുന്ന അരിപ്രാവിന് നേരെ നോക്കി നൂറ ചിരിച്ചു. ചിലപ്പോഴൊക്കെ ഭ്രാന്തിയാവാതെ കാത്തു സൂക്ഷിച്ചത് ഇവരാണല്ലോ. കൈവളയിൽ വെച്ച തിന പറന്നു വന്ന് കയ്യിൽ നിന്നും കൊത്തിത്തിന്നു തുടങ്ങി. ഞാൻ ഇന്ന് വീട്ടിൽ പോകട്ടോ. നൂറാൻ്റെ കുടുംബത്തിൽ ഇനി പുതിയ ആളുകളൊക്കെ വരികയാണ്. 2-3 ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല. എല്ലാം മനസ്സിലായി, നീ പോയിട്ട് വാ നൂറ എന്ന് പറയുന്ന പോലെ അവ തലചരിച്ചും അവളെ നോക്കി. വീണ്ടും അവർ പ്രേമസല്ലാപം തുടങ്ങി. വൈകുന്നേരം ആവുമ്പോഴേക്കും കോടമഞ്ഞിറങ്ങിയിരുന്നു. അസ്ഥി കൊച്ചുന്ന തണുപ്പും. വയനാട് അങ്ങനെയാണ്, ചിലപ്പോൾ നമ്മളെ തന്നെ വല്ലാണ്ട് പ്രണയിക്കാൻ പഠിപ്പിക്കും. നല്ല കോടമഞ്ഞിലൂടെ അവൾ ഒഴുകി നടന്നു. ആദ്യമായി വീട്ടിലേക്ക് പോകുമ്പോൾ വണ്ടിക്ക് തീരെ സ്പീഡില്ല എന്ന് തോന്നുന്നു. ഡ്രൈവറുടെ അടുത്ത് നിന്ന് സുന്ദരിയായ നൂറെ കണ്ടപ്പോൾ അയാളൊന്ന് ചിരിച്ചു. ചേട്ടാ, കുറച്ചുകൂടി സ്പീഡുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ കേട്ടോ. നൂറയുടെ ആസ്ഥാനത്ത് കൊണ്ട കമൻറ്റിൽ ഗിയറുകൾ മാറി മാറി മറിഞ്ഞു. ആക്സിലേറ്റർ നന്നായി കൂടിക്കൊണ്ടിരുന്നു.
നൂറയുടെ ഫോൺ ശബ്ദിച്ചു. സൈനത്തെയാണ് ലൈന്. മോളെ, നീ എവിടെയാണ്? അത്താ, ഞാൻ വന്നുകൊണ്ടിരിക്കുക. അമ്മയെ അഡ്മിറ്റ് ചെയ്തു. സെൻറ്റ് ജോസഫിലാണ്. നീ എപ്പോഴാണ് എത്തുക? അത്താ, ഞാൻ എത്തിക്കോളാം. അവിടെ എന്തായി? ആ, ഓക്കെയാണ് മോളെ. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കാണണമെന്ന് പറയുന്നവൾ. അത്താ, ഞാൻ മാക്സിമം സ്പീഡിലെത്തും. അമ്മയ്ക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറ്റുമോ? സൈൻ സെലീനയ്ക്ക് ഫോൺ കൊടുത്തു. അമ്മയുടെ മോൾ എപ്പോഴെത്തുക? ഞാൻ വന്നുകൊണ്ടിരിക്കുക. എനിക്ക് എൻ്റെ കുട്ടിയൊന്ന് കാണണം. ഞാൻ വരാനില്ലേ അമ്മ. അവിടെ എത്തും പെട്ടെന്ന് തന്നെ. ഫോൺ കട്ട് ചെയ്ത് കണ്ണടച്ച് സീറ്റിൽ ചാരി അവളങ്ങനെ കിടന്നു. ഇത്രയും സ്നേഹമുള്ള മാതാപിതാക്കൾ. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഒരിക്കലെങ്കിലും സ്വന്തം മാതാപിതാക്കളെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു. ഇനി അത് വേണ്ട. എനിക്ക് ഇവർ മതി. ഇവരാണ് എൻ്റെ ലോകം. ഇവരാണ് എൻ്റെ എല്ലാം. അല്ലെങ്കിലും ആരേലും ഇല്ലാത്തവളാക്കി അമ്മത്തൊട്ടിലിട്ട് കളഞ്ഞവർ എങ്ങനെ അച്ഛനും അമ്മയോ ആവും? ചിന്തകൾക്ക് തീവച്ച് തുടങ്ങിയപ്പോഴാണ് നാട്ടിലെത്തിയിരുന്നത്. ടൗണിൽ നിന്ന് നേരെ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലേക്ക് നടക്കുകയായിരുന്നില്ല, ഓടുകയായിരുന്നു. സലീനയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിരുന്നു. ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്ന സൈനത്ത അവളെ കണ്ടതും അവളെ ചേർത്ത് പിടിച്ചു. പ്രസവ മുറിയിൽ നിന്നും ഒരു കരച്ചിൽ കേട്ടു. അല്പം സമയത്തിനകം ഒരു നേഴ്സ് അകത്തുനിന്നും പുറത്തേക്ക് വന്നു. സലീനയുടെ കൂടെ ഉള്ളത് ആരാണ്? നൂറയും ഷൈനും അവർക്കരികിലേക്ക് പോയി. ഒരു ആൺകുട്ടിയെ അവരുടെ കയ്യിൽ കൊടുത്തു. ബേബി ബോയാണ്. അപ്പോൾ രണ്ടാളുണ്ടെന്ന് പറഞ്ഞതോ? നൂറ ചോദിച്ചു. ഒന്ന് പോയി, ഒരാളേ ഉള്ളൂ. തൻ്റെ കുഞ്ഞനുജനെ അവളൊന്ന് നല്ലോണം നോക്കി. കുഞ്ഞു വിരലുകൾ, ചുണ്ടുകൾ. കുഞ്ഞു വിരലുകൾ കൊണ്ട് അവൻ നൂറയുടെ കൈവിരൽ കോർത്തു പിടിച്ചു. നൂറ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. അവളുടെ സന്തോഷം സൈൻ നോക്കി നിന്നു. അന്ന് ആ വീഴ്ച വീണില്ലെങ്കിൽ നമുക്ക് രണ്ടാളെയും കിട്ടിയാനെ അല്ലേ? ആരോ സൈനത്തയോട് ചോദിക്കുന്നത് കേട്ട് നൂറ അത്തയെ നോക്കി. ഈ അധ്യായം ഇവിടെ തുടരുകയാണ് പ്രിയ സുഹൃത്തുക്കളെ. നമ്മുടെ അടുത്ത ഭാഗത്തിന് വേണ്ടിയും നൂറയുടെ ജീവിതത്തിലെ തുടർ കഥകൾക്ക് വേണ്ടിയും നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടെ കൂടുക.